യുവാവിന് കുത്തേറ്റു. എങ്കക്കാട് സ്വദേശി സൂരജിനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ ആക്രമണത്തിന് കാരണമായത്? ഈ ചെറിയൊരു വാക്കുതർക്കം മറ്റോ ഇത്തരത്തിൽ കത്തിക്കുത്തിലും കൊലപാതകത്തിലൊക്കെ കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു യുവാവിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇയാളുടെ പരിക്ക് എങ്ങനെയാണ്? ഗുരുതരമാണ്? പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? ടോം, CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എങ്കക്കാട് സ്വദേശി സൂരജിനാണ് കുത്തേറ്റത്. 32 വയസ്സാണ് അയാൾക്കുള്ളത്. സമീപത്തെ ഒരു സ്വകാര്യ ബാറിന് മുൻവശത്ത് വെച്ചിട്ടാണ്, അവിടുത്തെ റോഡിലാണ് ഇയാളെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഒരുപാട് രക്തം വാർന്നുപോയ സാഹചര്യത്തിലാണ്, ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഏത് സാഹചര്യത്തിലാണ് സൂരജിന് കുത്തേറ്റത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നു. വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് സ്വദേശിയാണ് സുരേഷിന്റെ മകൻ സൂരജ്. ഈ ഞായറാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വടക്കാഞ്ചേരി വാഴാനി റോഡിലാണ് ഈ സ്വകാര്യ ബാറുള്ളത്. അതിന്റെ തൊട്ട് മുൻവശത്തുള്ള റോഡിലാണ് സൂരജിനെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് ഇത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സ തുടരുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. അത് ഈ ഗുരുതരമായ അവസ്ഥ, അതായത് ക്രിട്ടിക്കൽ സ്റ്റേജ് ഇതുവരെയും തരണം ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും സൂരജിൽ നിന്ന് തന്നെ അത്തരം കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള പരിശോധന നടത്തി പ്രതി ആര്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് സൂരജിനെ കുത്തേറ്റത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് പോലീസ് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും അതിലൊരു ക്ലാരിറ്റി വരിക. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് നിലവിൽ സൂരജിന് കുത്തേറ്റത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സൂരജ് അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? കാരണം സൂരജിൻ്റെ മൊഴി എടുത്താൽ മാത്രമല്ലേ ഇതാരാണ് ആക്രമണം നടത്തിയത്, അതിൻ്റെ കാരണം സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതുവരെയും പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണം എത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും ആജ്ഞ? പരിസര പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലുള്ള, അല്ലെങ്കിൽ ഈ കുത്തേറ്റത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വകാര്യ ബാറിന് മുൻവശത്തുള്ള റോഡിൽ വെച്ചിട്ടാണ്. ഒരുപക്ഷെ മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിന് ശേഷമുണ്ടായ കത്തിക്കുത്തായിരിക്കാം, അത്തരത്തിലുള്ള ഒരു ആക്രമണമായിരിക്കാം എന്നാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. എന്നിരുന്നാലും ആ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം വ്യാപകമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സൂരജിനെ കുത്തിയത് ആരെന്നോ ഏത് സാഹചര്യത്തിലാണോ എന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ല. സൂരജിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തി അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സൂരജ് അബോധാവസ്ഥയിൽ തുടരുന്നു, അങ്ങേറ്റവും ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യം, പ്രത്യേകിച്ചും കത്തിക്കുത്തിന് ശേഷം ഇയാൾ റോഡിൽ വീണ് കിടക്കുകയെന്ന്, ഒരുപാട് രക്തം വാർന്നുപോയ സാഹചര്യമുണ്ട്, ഒരുപാട് രക്തം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും അബോധാവസ്ഥയിൽ തന്നെയാണ് സൂരജ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. അത് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതും പോലീസിന് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്നാലും സംഭവ സ്ഥലത്തുള്ള തെളിവുകളും മറ്റ് സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ച ശേഷമായിരിക്കും പോലീസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരാണ് ആക്രമിച്ചതെന്നോ ഏത് സാഹചര്യത്തിലാണ് സൂരജ് ആക്രമിക്കപ്പെട്ടതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.